നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 68 വർഷം ഇടതു വലതു മുന്നണികൾ ഭരിച്ചു നശിപ്പിച്ച കേരളത്തെ 2020 പാർട്ടിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് പ്രസിഡന്റ് സാബു എം ജേക്കബ്. 2020 പാർട്ടി ഞായറാഴ്ച പൃഥ്വിയിൽ നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ്. 2026 പൊതുകടം 7 കോടി രൂപയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. 2026 2020 പാർട്ടി കേരളത്തിലെത്തിയാൽ 10 വർഷത്തിനുള്ളിൽ അഴിമതിയും ധൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുകടം തീർത്ത് മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപമിടുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. 2015 39 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് 8 വർഷത്തിനുള്ളിൽ 22 കോടി മിച്ചം പിടിക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവനും മാതൃകയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം 2000 കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രതിദിനം ഒരു കൊലപാതകവും 7 ബലാത്സംഗങ്ങളും നടക്കുന്നു. 14 കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു. 60 സ്ത്രീകൾ ആക്രമണത്തിന് വിധേയമാകുന്നു. കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബ്ബായിരിക്കുന്നു. 2023 35,000 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ദിവസം 100 കേസുകൾ. 2016 മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് 43 ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നത്. ഇക്കാലയളവിൽ 55,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. 2020 പാർട്ടി അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ 80% കുറയുമെന്നും സാബു എം ജേക്കബ് ഉറപ്പു നൽകി. 5 വർഷത്തിനുള്ളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ പെൻഷൻ 5,000 രൂപയാക്കി ഉയർത്തുമെന്ന് സാബു എം ജേക്കബും പ്രഖ്യാപിച്ചു. അതോടൊപ്പം 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്കും മാസം 5,000 രൂപ പെൻഷൻ നൽകും. കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില 50% വരെ കുറയ്ക്കുമെന്നും സാബു എം ജേക്കബ് പ്രഖ്യാപിച്ചു. മരുന്നിന്റെ വിലയും 50% വരെ കുറയ്ക്കും. അങ്ങനെ വിലക്കയറ്റത്തിന്റെ അധിക ഭാരം ജനങ്ങളുടെ ചുമലിൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2020 പാർട്ടി ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടപ്പിലാക്കി. 2020 പാർട്ടിക്ക് മാത്രമേ ഭരണരംഗത്തെ അഴിമതിയും ധൂർത്തും അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂവെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു.